കെ.എൻ. ബാലഗോപാലിന്റെ അഞ്ചാമത്തെ ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാന ബഡ്ജറ്റ് വെറും പൊള്ളയായ ബഡ്ജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു ബഡ്ജറ്റ് അല്ല ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പൊതുവിലുള്ള നിരീക്ഷണം. സാധാരണ ജനം അസഹനീയമായ വിധം ദുരിതക്കയത്തിലൂടെ കടന്നു പോകുന്നത് ഫ്യൂച്ചർ വിഷൻ ഇല്ലാത്തൊരു സംസ്ഥാന ബഡ്ജറ്റ് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനെ തഴഞ്ഞു എന്ന് കുട്ടിത്തേമാങ്കിനെ പോലെ മൂങ്ങുന്ന കേരള സർക്കാരിനോട് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ അടിസ്ഥാന വർഗക്കാരുടെ ഉന്നമനത്തിനായി എന്ത് നീക്കമാണ് ഈ ബഡ്ജറ്റിൽ വരുത്തിയിട്ടുള്ളത്? ബീഹാറിന് വാരിക്കോരി കൊടുത്തു എന്ന് കേന്ദ്രത്തിനെ പരിഹസിക്കുന്നവർ കേരള ബഡ്ജറ്റിൽ എന്തേ ജനഹിതമായ ഒരു പദ്ധതികളും ഊന്നൽ കൊടുത്തില്ല? കേന്ദ്ര ബഡ്ജറ്റ് ബീഹാറിന് കുടഞ്ഞിട്ടതുപോലെ കേരള ബഡ്ജറ്റ് കൊല്ലത്തിന് നീക്കിവെച്ചപ്പോൾ കേന്ദ്രത്തെക്കാൾ എന്ത് നീക്കമാണ് കെ.എൻ. ബാലഗോപാൽ നടത്തിയത്? കഴിഞ്ഞ കൊല്ലം നീണ്ടകരയിലുണ്ടായ മത്സ്യചാകരയേക്കാൾ വലിയ ചാകരയാണ് സ്വന്തം ജില്ലയായ കൊല്ലത്തിന് ബാലഗോപാൽ നൽകിയിരിക്കുന്നത്.